ഞാൻ എൻ്റെ ഈ നീളമുള്ള മുടി മുറിച്ച് ഷോർട്ടാക്കാൻ പോവാണ്. അത്യാവശ്യം നല്ല നീളം വെച്ചിട്ടോ. ഞാൻ 2 കൊല്ലം കൂടിയാണ് മുടി വെട്ടാനായിട്ട് പോണേ. മുടി വെട്ടിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഞാൻ അമ്മേനെ കൊണ്ടൊരു 4-5 തവണയോളം അറ്റം മാത്രം വെട്ടി കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ വെട്ടിയേക്കുന്നത്. അപ്പം ഞാൻ റെഡിയായി ഗൈസ്. എൻ്റെ നോർമലി മുടി വെട്ടുന്ന വാഴക്കുളത്ത് തന്നെയാണ്, ലോട്ടസ് സലോണില്. ഒരു 12 കൊല്ലമായിട്ട് ഞാൻ ആ മുടി നീട്ടാൻ തുടങ്ങുന്നത് തന്നെ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അന്ന് ഇത്രയേ ഉള്ളൂ. അതുവരെ എന്നെ പറ്റ വെട്ടിക്കൊണ്ടായിരുന്നു അപ്പൊ നടന്നുകൊണ്ടിരുന്നത്. നീട്ടാൻ തുടങ്ങിയ സമയത്ത് തൊട്ട് ചേച്ചിയുടെ അടുത്ത് ഞാൻ വെട്ടുന്നത്. പക്ഷെ ഇത്തവണ ചേച്ചിക്കും തിരക്കാണ്, ഓണമൊക്കെ ആണല്ലോ. അതുകൊണ്ട് ഞാൻ തൊടുപുഴ പോയാണ് മുടി വെട്ടുന്നത്. ഞാൻ ജസ്റ്റ് അമ്മേനെ കൊണ്ട് വെറുതെ ഇങ്ങനെ ലെവലില് കട്ട് ചെയ്തിട്ട്, അപ്പൊ അതൊരു ഭംഗിയില്ല, ഒരു ഭംഗി പോലെ കിടക്കുന്നത്. പക്ഷെ എന്നാലും എന്റെ മുടി ഇഷ്ടമുള്ള കുറെ പേരുണ്ട് ലോ ഹെയർ. എന്നോട് ഹോസ്റ്റലിലൊക്കെ 1-2 പേര് വെട്ടണോ, നല്ല മുടിയല്ലേ. അല്ല ഗൈസ്, അല്ല. പക്ഷേ ഒരു പേടി, എന്താന്നറിയില്ല, കൊളാവോ വെട്ടാൻ. ബംഗളൂരുള്ള പർപ്പിൾ പൈനിൽ പോയിട്ടാണ് ഹെയർ കട്ട് ചെയ്യുന്നത്. ചേട്ടൻ വെയിറ്റ് ചെയ്തു. പിന്നെ അവർ നമ്മൾ വിളിച്ചു, ഏത് ഹെയർ കട്ട് ആണ്, എന്തോരം ഷോർട്ട് ആക്കണം എന്നൊക്കെ പറഞ്ഞു. ചേട്ടൻ അപ്പം തന്നെ അത്രയും ഹെയർ ട്രിം ചെയ്തെടുത്തു. എന്നിട്ട് നേരെ ഹെയർ വാഷിന് പോവാണ്. അങ്ങനെ ഹെയർ വാഷ് ചെയ്തു. അങ്ങനെ ചേട്ടൻ എൻ്റെ മുടി ഓരോ സെക്ഷനായിട്ട് ആക്കുകയാണ്. ഞാൻ ഷോർട്ട് ലെയർ ആട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സെക്ഷനാക്കി ചേട്ടൻ കട്ട് ചെയ്യാൻ തുടങ്ങാം. അങ്ങനെ ഏകദേശം മുടി കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ചേട്ടൻ എൻ്റെ ഹെയർ ബ്ലോ ഡ്രൈ ചെയ്ത് പിന്നെ എന്തൊക്കെയോ സ്പ്രേയും സിറമൊക്കെ ആക്കി തരുന്നുണ്ടായിരുന്നു. ഇതാണ് ഗൈസ് മുടി വെട്ടിയിട്ട് ഉള്ള ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബിലോ. ചെറുതായിട്ട് ഇവിടെ നിന്ന് നനഞ്ഞു, അതെങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ബൈ ഗൈസ്.